ഫ്രണ്ട്സ്, കേരള വില്ലേജ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് കടായി ആണ്. എഗ്ഗ് കടായി മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. നമുക്ക് മസാല തയ്യാറാക്കാനുള്ള ഘടകങ്ങൾ പരിചയപ്പെടാം. ഒന്ന് വലിയ ജീരകമാണിത്. വലിയ ജീരകം ആവശ്യത്തിന്. അതുപോലെ തന്നെ നമ്മളെ ബേ ലീവ്സും അതുപോലെ തന്നെ കറുകാപ്പട്ട, കുരുമുളക് പൊടി. നമുക്ക് മസാല വറുത്തെടുക്കാനുള്ള ഇത് വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ മുളകിട്ട് കൊടുക്കും. വറ്റൽ മുളക്, അടുത്തതായി മല്ലി, അടുത്തതായി ബേ ലീവ്സ് നമ്മൾ ഇതിലിട്ട് കൊടുക്കാണ്. പിന്നെ അതുപോലെ തന്നെ പട്ട, അടുത്ത ഏലക്കായ, ബാക്കിയുള്ള ഘടകങ്ങൾ തട്ടിയെടുക്കണം. അത് കുരുമുളക് പൊടി, അടുത്തായി കുരുമുളക് പൊടി എടുക്കാൻ പോണ്. നമ്മളിതിൽ ഒന്നൊന്ന് വറുത്തെടുക്കും. നമുക്കതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ മസാല മതി. സെറ്റാക്കി നമുക്ക് നല്ല ഇളക്കിയെടുക്കാം. ലൈ ഫ്ലെയിമിലിട്ടാണ് നല്ല, അതായത് നമ്മളെ കത്തി കത്തിച്ച് നല്ല ലൈ ഫ്ലെയിം ആക്കിയതിനു ശേഷം നമുക്ക് അങ്ങനെ വറുക്കാം. നമ്മൾ മസാലയുടെ ഇത് വറുത്ത് റെഡിയായി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. മസാലൻ്റെ ഇത് കൂട്ട് റെഡിയായി. നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒഴിച്ചെടുക്കാം. ഓയിൽ ഫ്രീ. നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ ഉള്ളിയാണ്. അടുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ മസാല വരണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുക്കും. ക്രിയേറ്റിവിറ്റി. ഓയിൽ വെച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിന, നേരത്തെ തയ്യാറാക്കി വെച്ച കബ്സ മസാല, അതായത് കടായി മസാല മുകളിലേക്ക് ചേർത്തു. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കതിലേക്ക് ചില്ലി സോസ് ഒഴിക്കാം. ചില്ലി സോസ് മതി. അടുത്തത് ടൊമാറ്റോ സോസ്, നന്നായിട്ട് മിക്സാക്കി കൊടുക്കും. വെച്ച മുട്ട ഇതിലേക്ക് നേരെ തൊലി കളഞ്ഞെടുക്കാം. അങ്ങനെ 7 മുട്ട നമ്മൾ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇതിലേക്ക് നമുക്ക് തട്ടിയെടുക്കാം. നമ്മളിതിലേക്ക് മാഗി കട്ടിടാൻ പോവാണ്. മാഗി പീസ്.
രണ്ടാമത്തെ പീസ്. നമ്മളിതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാൻ പോകണം. നമ്മളെ കടായി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കോരി കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നമുക്കിതിലേക്ക് കോരി ടേസ്റ്റ് ചെയ്യാം. ഹലോ, ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ. നമ്മൾ ചിക്കൻ കടായിൻ്റെ തന്നെ എഗ്ഗിൻ്റെ ഒരു മാറ്റം അല്ലേ? ഉപ്പൊക്കെ കറക്റ്റാണ്. കൊള്ളാം. കുറച്ച് മസാല ഇടും. കൊള്ളാം, എല്ലാവരും ട്രൈ ചെയ്യാം. കൂടിയായിട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. കമൻറ്റുകൾ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്താം. താങ്ക് യു.